പ്രായം ഏതുമാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും. ഒരു മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചത് ന്യായമായ സമരമായത് കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ന്യായമായ സമരം ആര് ചെയ്താലും പിന്തുണയ്ക്കും. ആശാവർക്കർമാരെ BJP പിന്തുണച്ചത് ഞങ്ങൾ വിളിച്ചിട്ടല്ല. വിഴിഞ്ഞം സമരത്തിൽ BJPയുമായി ചേർന്ന് സമരം ചെയ്തവർ ഇവിടെയുണ്ടെന്നും ഇതൊന്നും പറയിപ്പിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സമരം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ CPIMന് പരിഹാസമാണ്. നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയല്ല, മുതലാളി വർഗ പാർട്ടിയാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 550 രൂപയിൽ നിന്ന് 7000 രൂപയാക്കി 5 കൊല്ലം കൊണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിച്ചു. അന്ന് അംഗനവാടി ജീവനക്കാർ ചെയ്തിരുന്ന ജോലികളല്ല അവർ ഇപ്പോൾ ചെയ്യുന്നത്. പോഷകാഹാര വിതരണം, ആരോഗ്യ വിദ്യാഭ്യാസം, ആരോഗ്യ പരിശോധന, നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും ഭവന സന്ദർശനം, അവർക്കാവശ്യമായ ന്യൂട്രീഷൻ സർക്കാരും LSETയും ഏൽപ്പിക്കുന്ന സർവേകളും സെൻസസും ഇതൊക്കെ ചെയ്യുന്നത് അവരാണ്. കേരളത്തിലെ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ടോ? അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ് അവർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിലെ അവിദഗ്ധ തൊഴിലാളികൾക്കായി സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ള ദിവസവേതനം 700 രൂപയാണ്. എന്നാൽ ഇത്രയും ജോലികൾ ചെയ്തിട്ടും അവർക്ക് കിട്ടുന്നത് 300 രൂപ മാത്രമാണ്. ഒരു മാസം അവർക്ക് ലഭിക്കുന്ന പണം 3 തവണയായിട്ടാണ് ലഭിക്കുന്നത്. സ്വന്തമായി പ്രവർത്തിക്കുന്ന അംഗനവാടി കെട്ടിടത്തിന്റെ വാടക ഹെൽപ്പറും വർക്കറും ഒന്നിച്ചാണ് കൊടുക്കുന്നത്. വൈദ്യുത ബില്ലും പച്ചക്കറികളും മറ്റും അവർക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് കൊടുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.